തിരികെ വാർത്തയിലേക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ജനനി അവാർഡ് 2026 സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമർപ്പിച്ചു. കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ മാതാ അമൃതാനന്ദമയി ദേവി നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. മാനുഷിക സേവന രംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് മഹത്തരമായ ജനനി അവാർഡ് 2026 ബഹുമാനപ്പെട്ട ഗവർണർ ആദരവോടെ സമർപ്പിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയി ദേവി ജനനി അവാർഡ് 2026 സ്വീകരിച്ചത്. രാജ്യത്തെ ശാസ്ത്രരംഗത്തെ ഉന്നതിയിലെത്തിക്കുകയെന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാമെന്ന് അമ്മ പറഞ്ഞു. ഉയരങ്ങൾ കീഴടക്കിയ ശേഷവും അദ്ദേഹത്തിന്റെ എളിമയും എല്ലാവരോടുമുള്ള സ്നേഹവുമാണ് കലാമിനെ വ്യത്യസ്തനാക്കിയത്. ശ്രീ അബ്ദുൽ കലാം എന്ന സ്നേഹത്തിന്റെ പേരിൽ അത് നടത്തുന്ന ചടങ്ങാണിത്. ആ വലിയ മനുഷ്യനെ അമ്മ ആദരപൂർവ്വം സ്മരിക്കുന്നു. അതുല്യനും ആദരപൂർവ്വം സ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ എളിമയും സ്നേഹവുമാണ്. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറമാണ് അമ്മയെന്ന് പുരസ്കാരം സമർപ്പിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. മറ്റുള്ളവർക്കായി സേവനം ചെയ്യുമ്പോഴാണ് മനുഷ്യജന്മം പൂർണ്ണമാകുന്നതെന്ന അമ്മയുടെ സന്ദേശം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ജീവിത ദർശനമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Amma doesn't require any introduction. What is she, how she has developed herself, and what she is doing for the whole humanity doesn't require any introduction, doesn't require any adjective also. Only word Amma itself is enough to describe her, and act accordingly according to the dharma. That is the life and message of Ma Amritananda, Mata Amma, nothing more than this and nothing less than this. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദർശനവും മൂല്യങ്ങളും ആസ്പദമാക്കി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന കലാം സേഞ്ചൽ എന്ന പ്രചോദനാത്മക ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും രാജ്യവ്യാപക വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ ജനനി 2026 ഔദ്യോഗിക ഉദ്ഘാടനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു. ജനം, കൊല്ലം.